ഹായ് ഹലോ വെൽക്കം ടു എക്കണോമിക്സ് അൺബോക്സ്ഡ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമായിട്ടുള്ള BA ഇക്കണോമിക്സിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ ഫസ്റ്റ് പേപ്പർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സിലെ മൊഡ്യൂൾ 1 യൂണിറ്റ് 3 കോൺസെപ്റ്റാണ് മിക്സ്ഡ് ഇക്കോണമി. അപ്പോൾ നമ്മൾ ക്യാപിറ്റലിസം സോഷ്യലിസം നോക്കിയിട്ടുണ്ടായിരുന്നു. അത് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, മിക്സ്ഡ് ഇക്കോണമി നോക്കാം. നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ മിക്സ്ഡ് എക്കോണമി പറയുന്നത്. A mixed economy is an economic system that blends elements of both capitalism and socialism. അപ്പോൾ നമ്മുടെ ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ഒരു ബ്ലെൻഡാണ് ആര്, മിക്സ്ഡ് എക്കോണമി. രണ്ടും കൂടെ കൂടിച്ചേർന്നതാണ് മിക്സ്ഡ് എക്കോണമി. ഇറ്റ് കമ്പൈൻസ് ദ ഫ്രീ മാർക്കറ്റ്സ് എഫിഷ്യൻസി വിത്ത് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ടു കറക്റ്റ് മാർക്കറ്റ് ഫെയിലിയേഴ്സ്, പ്രൊമോട്ട് സോഷ്യൽ വെൽഫെയർ ആൻഡ് റെഗുലേറ്റ് ഇൻഡസ്ട്രീസ് ടു എൻഷുർ ഫെയർനെസ് ആൻഡ് സ്റ്റെബിലിറ്റി. അതായത് നമ്മുടെ ഫ്രീ മാർക്കറ്റിൻ്റെ എഫിഷ്യൻസിനെയും അതുപോലെ തന്നെ ഗവൺമെൻറ് ഇൻ്റർവെൻഷനെയും കമ്പൈൻ ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ഫെയിലിയറിനെ കറക്റ്റ് ചെയ്യുകയും സോഷ്യൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുകയും ഇൻഡസ്ട്രി റെഗുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഫെയർനെസ് എൻഷുർ ചെയ്യുകയും സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇൻ എ മിക്സ്ഡ് എക്കോണമി പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടേഴ്സ് കോ എക്സിസ്റ്റ്. അപ്പോൾ നമ്മുടെ മിക്സ്ഡ് എക്കോണമിയിൽ പ്രൈവറ്റ് സെക്ടേഴ്സും ഉണ്ട്, പബ്ലിക് സെക്ടേഴ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഇന്ത്യയിൽ എന്തുണ്ട്, ഗവൺമെൻറ് ഉണ്ട്, അതുപോലെ തന്നെ അംബാനിയും അദാനിയും അതുപോലെ തന്നെ ടാറ്റയും ഒക്കെ ഉണ്ട്. ഇനി കീ ഫീച്ചേഴ്സ് ഓഫ് എ മിക്സ്ഡ് എക്കോണമി, കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടേഴ്സ്. ഓഫ് ഫസ്റ്റ് വൺ എന്താണ്, പ്രൈവറ്റ് സെക്ടറിൻ്റെയും പബ്ലിക് സെക്ടറിൻ്റെയും ഒരുമിച്ചുള്ള കോ എക്സിസ്റ്റൻസ്. ഇൻ എ മിക്സ്ഡ് എക്കോണമി ബോത്ത് പ്രൈവറ്റ് ബിസിനസ്സസ് ആൻഡ് ഗവൺമെൻറ് ഓൺഡ് എൻ്റർപ്രൈസസ് ഓപ്പറേറ്റ്. അതായത് നമ്മുടെ മിക്സ്ഡ് എക്കോണമിയിൽ എന്തുണ്ട്, പ്രൈവറ്റ് ബിസിനസ്സും ഉണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് ഓൺഡ് എൻ്റർപ്രൈസസും ഉണ്ട്. ദ പ്രൈവറ്റ് സെക്ടർ ഇസ് ഡ്രിവൺ ബൈ പ്രോഫിറ്റ് മോട്ടീവ്. നമ്മൾ നേരത്തെ ക്യാപിറ്റലിസത്തിൽ പറഞ്ഞ പോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൻ്റെ മോട്ടീവ് എന്താണ്, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. വൈൽ ദ പബ്ലിക് സെക്ടർ ഫോക്കസ് ഓൺ സോഷ്യൽ വെൽഫെയർ. പബ്ലിക് സെക്ടറിൻ്റെ ഫോക്കസ് എന്താണ്, സോഷ്യൽ വെൽഫെയർ ആണ്. ആൻഡ് പബ്ലിക് ഗുഡ്സ് സച്ച് ആസ് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. അതുപോലെ തന്നെ പബ്ലിക് ഗുഡായിട്ടുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതും എന്താണ്, നമ്മുടെ പബ്ലിക് സെക്ടറിൻ്റെ ഒരു എയിമാണ്. സോ കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടേഴ്സ്. ഇൻ എ മിക്സ്ഡ് എക്കോണമി both private businesses and government owned enterprises operate. The private sector is driven by profit motives while the public sector focuses on social welfare and public goods such as health care, education and infrastructure. Second one, government intervention and regulation. The government regulates industries to prevent monopolies. അപ്പോൾ നമുക്കറിയാം മൊണോപ്പൊളി എന്താണെന്ന്. ഒരു സിംഗിൾ സെല്ലറായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൊണോപ്പൊളി എന്ന് പറയുന്നത്. ഒരു എക്കോണമിയിൽ ഒരാൾ മാത്രം ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക, അപ്പോൾ അതാണ് ആര്, മൊണോപ്പൊളി. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു എക്കോണമിയിൽ മൊണോപ്പൊളീസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് മെഷേഴ്സ് എടുക്കുന്നുണ്ട്. പ്രൊട്ടക്റ്റ് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. എൻഷുർ ഫെയർ കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ ഫെയർ കോമ്പറ്റീഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ആൾസോ ഇൻ്റർവെയിൻസ് ഇൻ ദ എക്കോണമി ബൈ പ്രൊവൈഡിങ് പബ്ലിക് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇംപ്ലിമെൻറ്റിംഗ് ടാക്സേഷൻ പോളിസീസ് ആൻഡ് കൺട്രോളിങ് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അത് നമ്മുടെ ഇക്കോണമീനെ പിന്നെ ഇൻ്റർവെയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, പബ്ലിക് ഗുഡ്സും സർവീസസും കൊടുത്തുകൊണ്ട്, അതേപോലെ തന്നെ ടാക്സേഷൻ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട്, അത് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും കണ്ടുപിടിച്ചുകൊണ്ട് മീൻസ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും കൺട്രോൾ ചെയ്തുകൊണ്ടൊക്കെ സഹായിക്കുന്നുണ്ട്. തേർഡ് വൺ, മാർക്കറ്റ് മെക്കാനിസം ആൻഡ് പ്രൈസ് സിസ്റ്റം. While the market largely determines prices of goods and services based on supply and demand, the government may intervene in certain markets to address failures such as through subsidies, price controls or tariffs. നാലാമത്തത്, welfare and redistribution policies. Mixed economies often have welfare programs. മിക്സ്ഡ് എക്കോണമീസിൽ എന്തുണ്ട്, എപ്പോഴും വെൽഫെയർ പ്രോഗ്രാംസ് ഉണ്ടാവലുണ്ട്. ടു ഇൻക്രീസ് ഇനീക്വാലിറ്റി, അതായത് നമ്മുടെ ഇൻകം ഇനീക്വാലിറ്റി റെഡ്യൂസ് ചെയ്യുന്ന വെൽഫെയർ പ്രോഗ്രാംസ് ഉണ്ട്. സച്ച് ആസ് അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്, സോഷ്യൽ സെക്യൂരിറ്റി, ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ആരൊക്കെ, health care, education, social security,
അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റും ഒക്കെ. The government redistribute wealth through taxation to support the most vulnerable in society. Fifth one, private property rights with public ownership key sectors. Individuals have the right to own property. ഇൻഡിവിജ്വൽസിന് എന്തുണ്ട്? പ്രോപ്പർട്ടീസ് കൈവശം വെക്കാനുള്ള റൈറ്റ് ഉണ്ട്. സ്റ്റാർട്ട് ബിസിനസ് തുടങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് അക്യുമുലേറ്റ് വെൽത്ത് കൂട്ടാനുള്ള റൈറ്റ് ഉണ്ട്. However, the government may own or control key sectors such as healthcare, defense, public transport and energy. അപ്പോൾ കീ സെക്ടേഴ്സ് ആയിട്ടുള്ള എല്ലാതും ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ്. ടു എൻഷുർ ദാറ്റ് ദീസ് എസെൻഷ്യൽ സർവീസസ് ആർ ആക്സസിബിൾ ടു എൻ സിറ്റിസൺ. അതെന്തിനാണ് ഗവൺമെൻറ് ഇത് ഡീൽ ചെയ്യുന്നത്? ബിക്കോസ് നമ്മുടെ എക്കോണമിയിൽ പാവപ്പെട്ട ആൾക്കും പണക്കാരനായ ആൾക്കും ഒരേപോലെ തന്നെ ഇതിൻ്റെ അവൈലബിലിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായിരുന്നു മിക്സ്ഡ് എക്കോണമി? എ മിക്സ്ഡ് എക്കോണമി ഈസ് എൻ എക്കണോമിക് സിസ്റ്റം ദാറ്റ് ബ്ലെൻഡ്സ് എലമെൻറ്റ്സ് ഓഫ് ബോത്ത് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. ഇറ്റ് കമ്പൈൻസ് ദ free market's efficiency with government intervention to correct market failure, promote social welfare and regulate industries to ensure fairness and stability. In a mixed economy, private and public sectors coexist, with the government playing a role in managing economic security alongside the private enterprises. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.